പാവുമ്പത്തേക്ക് ശങ്കരനാരായണ വിലാസം 30-ാം നമ്പർ NSS കരയോഗം 444-ാം നമ്പർ വനിതാ സമാജം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പാവുമ്പത്തേക്ക് ശങ്കരനാരായണ വിലാസം 30-ാം നമ്പർ NSS കരയോഗം 444-ാം നമ്പർ വനിതാ സമാജം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും പുതിയ സദ്യാലയം ഉദ്ഘാടനം എന്നിവ നടന്നു. കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് 1914 രൂപം കൊടുത്തതിന് ശേഷമാണ് ആ മഹത്തായ സംഭവം നമ്മൾ ഓർക്കേണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 37 വർഷക്കാലം മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും അന്ന് അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിട്ടില്ല. ആരാധനായ നമ്മുടെ രാഷ്ട്രപിതാവ്, അന്ന് രാഷ്ട്രപിതാവായിട്ടില്ല അദ്ദേഹം, രാഷ്ട്രം ജനിച്ചതിന് ശേഷമാണ് രാഷ്ട്രത്തിന്റെ പിതാവ് എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് നമ്മൾ വാജ്പേയിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ ദേശീയ പ്രസ്ഥാനത്തോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങള് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയമില്ലാതെ, അന്ന് രാഷ്ട്രീയമൊന്നുമില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും അന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമില്ല, എല്ലാവരും അണിചേർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം. സമുദായാചാര്യ ശ്രീ മന്നത്ത് പത്മനാഭനും അതിന്റെ ഭാഗമായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിട്ടില്ല, ഇന്ത്യ മഹാരാജ്യം ജനിച്ചിട്ടില്ല, ഭരണഘടന ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ സമുദായാചാര്യൻ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ ചൊല്ലിത്തന്ന സത്യപ്രതിജ്ഞ ഈ കഴിഞ്ഞ 31-ാം തീയതി ഒക്ടോബർ 31-ാം തീയതി ഇവിടെയും കരയോഗം പ്രസിഡന്റും ഭാരവാഹികളും ഒക്കെ കരയോഗം പ്രസിഡന്റ് ഇവിടുത്തെ കൊടിമരത്തിൽ പതാക ഉയർത്തി 9-ന് പതാക ഉയർത്തൽ നടന്നു. സമ്മേളനത്തിൽ സന്തോഷ് വെല്യത്ത് അധ്യക്ഷത വഹിച്ചു. ദിലീഷ് ദീപാലയം സ്വാഗതം രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം CR മഹേഷ് MLA നിർവഹിച്ചു. ചികിത്സാ ധനസഹായ വിതരണം V സദാശിവൻ നിർവഹിച്ചു. രവി പാക്കനാശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. B അനിൽകുമാർ, KK കൃഷ്ണകുമാർ, മധു മാവോലിൽ, ബിജു മായ സുരേഷ്, പ്രശാന്തി ദീപു, വസന്ത രമാദേവി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ഒച്ചിറ.